അന്താരാഷ്ട്ര ഇരുചക്രവാഹന പ്രദർശനം ഇറ്റലിയിലെ മിലാൻ നഗരത്തിൽ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ടൂ വീലർ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ട്രേഡ് ഫെയറുകളിൽ ഒന്നായ ഈ ഇവന്റിൽ ഐകണിക് ബ്രാൻഡായ റോയൽ എൻഫീൽഡ് വിവിധ വാഹനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് പുതിയ FF6 സ്ക്രാംബ്ലർ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ പ്രദർശിപ്പിച്ചു. റോയൽ എൻഫീൽഡിന്റെ ഇലക്ട്രിക് മൊബിലിറ്റി വിഭാഗമായ ഫ്ലൈയിങ് ഫ്ലീ കീഴിൽ വരുന്ന രണ്ടാമത്തെ മോട്ടോർ സൈക്കിളാണ് ഇത്. ഫ്ലൈയിങ് ഫ്ലീ S6 എന്ന പേര് റോയൽ എൻഫീൽഡ് മുൻകാല മോഡലായ ഫ്ലൈയിങ് ഫ്ലീയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. രണ്ടാം ലോകയുദ്ധത്തിൽ പാരട്രൂപ്പേഴ്സ് ഉപയോഗിച്ച ഭാരം കുറഞ്ഞ 125cc മോഡലായിരുന്നു ഇത്. റോയൽ എൻഫീൽഡ് ഈ പാരമ്പര്യം പുളി ഇലക്ട്രിക് അവതാരത്തിലേക്ക് മാറ്റുന്നു. ഹ്രസ്വദൂര യാത്രകൾക്കും ലഘു ഓഫ് റോഡ് ഉപയോഗങ്ങൾക്കുമായി ഉപകരിക്കുന്ന തരത്തിൽ ഒതുക്കമുള്ള ഷാസിയുമായാണ് ഈ പുതിയ ബൈക്ക് വരുന്നത്. മൾട്ടിപ്പിൾ ബോഡി സ്റ്റൈലിലുള്ള ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകൾക്ക് ജന്മം നൽകാനായി രൂപകൽപ്പന ചെയ്ത റോയൽ എൻഫീൽഡിന്റെ പുതിയ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ആർക്കിടെക്ചറിലാണ് ഈ ബൈക്ക് വികസിപ്പിച്ചിരിക്കുന്നത്. ഭാരം കുറക്കാനും ഒപ്റ്റിമൽ ബാറ്ററി പ്ലേസ്മെന്റിനുമായി അലുമിനിയം സ്പൈൻ ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭാരം സന്തുലിതമാക്കാനും മോട്ടോർ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്നു. ഒറ്റ ചാർജിൽ ഏകദേശം 150 കിലോമീറ്റർ റേഞ്ച് നൽകാൻ ഇതിന് കഴിയും. ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യവും ഇതിലുണ്ട്. മുൻവശത്ത് അപ്സൈഡ് ഡൗൺ ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കുമാണ് സസ്പെൻഷന് ചുമതലകൾ നിർവഹിക്കുന്നത്. ഈ ബൈക്കിൽ ഡ്യുവൽ പർപ്പസ് ടയറുകളോട് കൂടിയ വയർ സ്പോക്ക് വീലുകളുണ്ട്. ഇത് CET റൈഡുകൾക്കും ചെറിയ ഓഫ് റോഡ് ഉപയോഗങ്ങൾക്കും ബൈക്കിനെ അനുയോജ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. രണ്ടറ്റത്തും ഡ്യുവൽ ചാനൽ ABS സഹിതം സിംഗിൾ ഡിസ്ക് ബ്രേക്കുകളാണ് സ്റ്റോപ്പിംഗ് ഡ്യൂട്ടി ചെയ്യുന്നത്. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വേഗത കുറക്കുമ്പോൾ ചാർജ് വീണ്ടെടുക്കുന്നതിനായി റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്ലാറ്റ് സീറ്റും വീതിയുള്ള ഹാൻഡിൽ ബാറും മോട്ടോർ സൈക്കിളിന്റെ അപ്രൈറ്റ് എർഗണോമിക്സിന് പിന്തുണയേകുന്നു. ഇത് 2026 പുറത്തിറങ്ങാനാണ് സാധ്യത. ആദ്യം ആഗോള വിപണിയിലായിരിക്കും ലോഞ്ച് ചെയ്യുകയെന്ന് റോയൽ എൻഫീൽഡ് സ്ഥിരീകരിച്ചു. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അന്താരാഷ്ട്ര വിപണികളിൽ വിൽപ്പനയ്ക്ക് എത്തിയ ശേഷം ഹോമോലോഗേഷനും പ്രാദേശിക ഉൽപ്പാദനവും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പിന്നീട് ഇത് ഇന്ത്യൻ വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുക. കാതടപ്പിക്കുന്ന ശബ്ദം കൊണ്ട് ഒട്ടേറെ ഫാൻസിനെ നേടിയ എൻഫീൽഡിൽ നിന്ന് വരാൻ പോകുന്ന സൈലന്റ് മോട്ടോർ സൈക്കിളിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.